फुल बस थोड़ा से हाँ ചിരിയെല്ലാം നോക്കറാ പേര് ചോദിച്ചോ നോക്കട്ടെ വല്ല ഒറ്റയില്ലല്ലേ ചിരിക്ക അടിപൊളി ഇപ്പൊ പിന്നെ പേരെന്നാ नाम नाम आपका नाम क्या है नाम है तो लद्दाख का है लद्दाख का बटरपा है बटरपा നഥാൻ അങ്ങ് ആഴെ തരുവാ ആപ്പിള് അങ്ങ് നോക്കിയാ നായ ഉണ്ടാവുക നായി ഒന്നുമില്ല നീ കേരി ആപ്പിൾ തോട്ടം അതാ ആ വച്ചാന്ന് അല്ല തൊടുമ്പം തന്നെ വീണു ഇനി ഓക്കെ അപ്പോൾ നമ്മളൊരു അമ്മമ്മയുണ്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നത് നല്ലൊരു സെറ്റപ്പുള്ളൊരു ഗ്രാമമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്കൊക്കെ പോകുന്നുണ്ട് ഇത് എൻട്രൻസിൽ തന്നെ ഒരു അമ്മമ്മ വർത്താനം പറഞ്ഞപ്പോൾ ഇവരൊരു നമസ്കാരം പറയുന്നൊരു പരിപാടിയുണ്ട് ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആ ജൂലൈ അല്ലടാ ജൂലൈ അപ്പോൾ നമ്മളോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു പിന്നെ കഴിച്ചില്ല കേരളക്കാരെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ ചോദിച്ചോക്കട്ടെ കേരളത്തിൽ വന്നിനോന്ന് ആ ആ ये कौन से लद्दाख का इधर ही मिलता है चाय चाय पानी है चाय 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 നല്ല ചൂട് ഡിസൈൻ നോക്കിയാൽ 25 അടിപൊളി കേട്ടാ എനിക്ക് നല്ല സുഖാ സംഭവം അല്ല ഇങ്ങനെ ചായ കുടിക്കുക നല്ല ഫുള്ള് ചായ കേട്ടാ ചൂട് ചായ തരുവോളി ഒരു ഗ്ലാസ് നല്ല അടിപൊളി ഒന്നാമത് നല്ല ക്ലൈമറ്റ് ആണ് അപ്പൊ പിന്നെ ഇങ്ങനെ ചൂട് ചായ കുടിക്കുക ഇരിക്കുക വേലി കായ്യ പിന്നെയും ചായ കുടിക്കുക പിന്നെയും കുടിക്കുക ഇരിക്കുക ചായ ഇതില് മൂന്നെണ്ണം ഓരോ കുടിക്കുമ്പോൾ ये कौन सा चाय स्पेशल मीठा 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 आप मीठा नहीं पीता मैं भी मीठा मैं ज्यादा मीठा नहीं मेरे पति बहुत मीठा पीता है അച്ഛാ ഇയാള് നല്ലോണം മനസാരിട്ട് തട്ടുന്ന് പറഞ്ഞേ ആ പെണ്ണുങ്ങളും കൂടി ഈ വെള്ളം കുടിക്കൂ ഓറ് കുറച്ച് മനസാരി ഇടൂ ഇവര് നല്ലോണം ചായ ആ ചായ കുടിക്കന്നെ ഇത് അത് ഈ ആപ്കേ ഹാ ചായ വയ്ക്കേ ചായ പറഞ്ഞു കൊടുക്കാണ് അപ്പൊ പിന്നെ ഇതാ ഫുൾ ബസ് തോടാ സെ ആ ചിരിയെല്ലാം നോക്കറാ പേര് ചോദിച്ചോ നോക്കട്ടെ വല്ല ഒറ്റയില്ലല്ലേ ചിരിക്ക അടിപൊളി ഇപ്പൊ പിന്നെ പേരെന്നാ नाम नाम आपका नाम क्या है नाम है तो लद्दाख का है लद्दाख का बटरपा है बटरपा नथान 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 नथानियल बटरपा നഥാൻ കട്ടപ്പേലടാ ബത്തപ്പ നഥാനിയൽ ബത്തപ്പ എന്നങ്ങറ്റാണ് പേര് നഥാനിയൽ ബട്ടപ്പ എന്തെന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത് ബത്തപ്പ ആ കുടുംബപ്പേര് ആ നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതിന്റെ തൊട്ട് വേക്കിലത് ആപ്പിളിന്റെ മരം ആപ്പിളിന്റെ മരം എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ നമ്മള് ശ്രീനഗറിൽ പോയാൽ ആപ്പിളിന്റെ കളിയായിരിക്കും പിന്നെ ഇതാ ആപ്പിൾ ഇതൊന്നും ഒരു ശക്തിയില്ലാത്തൊരു ആപ്പിളാണ് ഒരു പരടിച്ച ആപ്പിള് നല്ല ആപ്പിള് മേലുണ്ടേ കലമ്പൊന്നുമില്ല നീ കേരിക്കോ അങ്ങ് ആഴെ തരുവാ ആപ്പിള് അങ്ങ് നോക്കിയാ നായി ഒന്നുമില്ല നീ കേരി ആപ്പിൾ തോട്ടം അതാ ऊपर रख दो कुछ नहीं കാലിനോട് ബേലിയാടാൻ പഠിച്ചിട്ടില്ല അല്ലേ നീ ഏക്ക് മിനിറ്റ് നിങ്ങളെ ഈ ഇത് ബേലിയെല്ലാം പൊട്ടിച്ചിട്ടേ ഇതിനുള്ളിൽ കയറ്റി ആ എന്താടാ സിസ്റ്റോ ഈ മരം ഇങ്ങനെ കയറ്റിയിട്ട് പാത്തിനുള്ളു അൻവറെ ഉന്തി പിടിക്ക് ആ പുറപ്പങ്ങ മാറ്റി നാട്ടിൽ നിന്ന് പോളിടെക്നിക്ക് ആശാരിപ്പണി പഠിച്ചു 3 കൊല്ലോ അത് കയറ്റി രക്ഷപ്പെട്ടാ ഒന്നുമില്ല നീ ആ പച്ച ആപ്പിളിന്നാ ഇത് പിടിച്ചാ പച്ച ആപ്പിള് അങ്ങാടി തട കുറേ ആപ്പിൾ കിടക്കുന്നത് 10 ഇതാ പച്ചാപ്പിള് ഏത് അമ്മമ്മ കലമ്പോ വച്ചാന്ന് അല്ല തൊടുമ്പം തന്നെ വീണു ഇനി ഓക്കെ ഇതുണ്ട് നല്ല പച്ചാപ്പിളിന് നല്ല പൈസയാതാ നോക്കട്ടെ പിന്നെ ഇതിന്റെ മുകളിൽ കയറണമെങ്കിൽ ഈ തണുപ്പിന് ഒരു വിഷമാന്ന് കയറണമെങ്കിൽ ആകെ മൊത്തം എന്നാലും ഒന്ന് കുലിക്കാൻ പോവാ ആപ്പിള് പറിച്ചു ഉണ്ടാണ്ടിക്കടാ ഇങ്ങോട്ട് ചോദിച്ചു നീ ബഗീശേട്ടോ ഓക്കെ താങ്ക് യു ഇത് ആപ്പിള് ബട്ടിയിൽ എന്നാ നമുക്ക് ബട്ടിയിലാണ് ബട്ടിയിൽ ആപ്പിളുണ്ട് വേറൊരു ആപ്പിളുണ്ട് വലിയ മരം ഇടാ
എന്ത് നായിതല്ലേ ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. ആപ്പിൾ ഉണ്ട് പോലും. ബട്ടിയിൽ ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞേ. ഇതാ ആപ്പിൾ വീണ് കിടക്കുന്ന അടിഞ്ഞിട്ടാ. എല്ലാം കൂപം കൊത്തിന്. കൂമല്ല പാറടം കടിച്ചേ. ഇതാടാ ബക്കറ്റില്. ഓ ഇതാ ബക്കറ്റിലുണ്ട്. ബാൽട്ടി ഇതാ. അതുപോലെ നല്ല നോക്കി എടുക്ക്. ഉറക്കൊണ്ടാലോ. എന്നാ പിന്നെ ജമ്മൂന്ന് മേടിക്കണ്ട. എന്നാ പറയണ്ടേ, ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കപ്പയം കണ്ട പോലത്തെ കളി കളിക്കുന്ന. സൂപ്പറാ. ഒന്നിങ്ങോട്ട് നല്ല രസമുണ്ടോ ഗ്രാമത്തിൽ. ആപ്പിളെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. കഴിച്ചോക്കെ വന്ന് നീ പിടി, ഞാനും വന്നിട്ട്. എത്ര എടുത്തോന്നാ പറഞ്ഞേ? എത്ര എടുത്തോന്ന് പറഞ്ഞു. ഞങ്ങൾ എണ്ണൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഈ ഒഴിച്ചണ്ടിയെല്ലാം ഉണ്ടാവില്ലേ, അതുപോലെ ഒഴിച്ചണ്ടി പോലെ ഒഴിച്ചാപ്പിളാറ്റാന്നാ തോന്നുന്നു. വെറുക്കി വെച്ചിട്ടുണ്ട്. കണ്ടിട്ടാലേ ഒരു ഇതുണ്ടാവും. എന്നാലും ആപ്പിൾ ഒന്നും ശരിക്കാവും. എന്നാടാ മധുരമോ, നല്ല മധുരം കേട്ടാ. ഞാൻ രണ്ടെണ്ണം എടുത്തില്ല കേട്ടാ. അതെയാ ഈ കീശലുണ്ടല്ലോ ഫുള്ളും കാണുന്നു. എല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടെണ്ണം എടുക്കാം. നീ മേലെ കാണിച്ച് ഇതിന്റെ മേലെ ഉണ്ട് നോക്ക്. ഇനിയോട് കാണുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഫുള്ളാപ്പിള. അങ്ങനെ ഒരു ക്യാമറയില് ഇവർക്ക് ആപ്പിളൊന്നും വേണ്ടെന്നും കേട്ടാ. വലിയ ആപ്പിള് ഒരു കാര്യം ചെയ്യാ, പറഞ്ഞുതരാം. ഇപ്പോൾ ആപ്പിൾ റെഡി ആയിത്തരാ. ആപ്പിളിൻ്റെ മരത്തുമല്ലേ ഒന്ന് കുലുക്കട്ട്. എന്തായാലും ഓറ് പറഞ്ഞിട്ട് പറിച്ചോന്നെല്ലാം പറഞ്ഞാലേ, കുലുക്കി പറിച്ചിട്ട് നമ്മൾ ചവിട്ടി പുറത്താക്കുക. ഇല്ല തരൂല. ഇത് ആപ്പിള് ഇല്ല, കുലുക്കുന്നില്ല. ഇത് കുഞ്ഞാപ്പിൾ ആയിട്ടില്ല കേട്ടാ, പച്ച. ഇതിൻ്റെ മുകളിൽ താഴ്ന്ന് കുറേ കണ്ടില്ല, ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഓക്കെ ചെത്തിക്കോരണ്ട ഈ വീണിട്ട് വേണ്ടടാ വെറുതെ. ഒഴിച്ചിട്ടൊന്നുമില്ല, ഒഴിച്ചാ കുലുക്ക. എന്നാ ആപ്പിൾ എടുക്കുക, പോവാ നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോവാലോ. ഇതുണ്ടോ, രണ്ട് വലിയ പക്ഷിയുണ്ട്, പോത്തക്കം വീണ് കിടക്കുന്നു. ദൂരെ നിന്ന് തോന്നുമ്പോൾ നമ്മൾ ചച്ചി പോത്തക്കം പക്ഷിയാണ്. അതിനകത്ത് പോയാരാന്ന് ഞെട്ടിയത്, അവരത്ഭുതമുണ്ട്. ഇതുണ്ടോ, നമ്മളിത് കാക്കയാണ്. ഇവിടെ വന്നു നോക്കുമ്പോ ഇത് കൊക്കാണോ, ഇത് പണ്ടാരാന്ന് തിരിയുന്നില്ല. എങ്ങനെയാ പണിതെന്നുള്ളത്. ഇത് കണ്ട ഈ സാധനം കണ്ട, അതിന് പറയാ കുറച്ച് അടിപത്ത് പിടിച്ച സൈക്കിൾ ചെയിനാണ്. സൈക്കിൾ ചെയിന് മൊത്തം കയ്യെല്ലാം കണ്ട കിട്ടി കിട്ടി. സൈക്കിൾ ചെയിനിന്റെ മറ്റേ ഈനെ കൊണ്ടാണ് ഇതാക്കിന്. ഇത് ബോൾട്ട്, ഇത് ബോൾട്ട്, ചെറിയ നൂലുള്ള ബോൾട്ട്. ഇത് വേറെ ചെറിയ കുട്ടികളെ ചെയിനാന്ന് തോന്നുന്നു. സൈക്കിൾ കുട്ടികളെ പോലത്തെ ചെയിന്. ഈ ഒരു സാധനം എന്നാ ബെയറിംഗിന്റെ ബോളാണ് ഇത്. ബെയറിംഗിന്റെ ബോൾ അല്ലേ? അതായത് ഒരു വണ്ടീന്റെ മൊത്തം പാർട്സ് ഊരിയിട്ട് ഇത് കണ്ട ഒരു ബോൾട്ട് കട്ട് ചെയ്തിട്ട് മൂക്കിന് കൊടുത്തിട്ട്. ഇത് മൂക്കിന്റെ ഓട്ട, മൂക്കിന് ഓട്ട ഒരു കട്ട് ചെയ്ത് ബോൾട്ട് പകുതി കട്ടിയിട്ട്. പിന്നെ ബുള്ളറ്റിന്റെ മടുകാടോ അല്ല ഇതന്നെ സൈലൻസറിന്റെ കൊക്ക്. പിന്നെ ഇത് ഫുള്ള് ചെയിൻ ആട്ടോ. അതിന്റെ പുറം കാണിച്ച ഈ ബോൾട്ട് കണ്ട ഇങ്ങനെ പോകുന്ന നോക്കിയതാ. ഇത് മുഴുവനും ബോൾട്ടും ഇടക്ക് സൈക്കിൾ ചെയിൻ. ബുള്ളറ്റിന്റെ തന്നെയാണെന്ന് തോന്നുന്നു, കാരണം നല്ല മണ്ണുള്ള ബൈക്കിന്റെ തന്നെ ആയിരിക്കും. പിന്നെ ഇതിന്റെ ചിറക് എന്ന് പറയുന്നത് മുഴുവനും ഇത് ലീഫ് കട്ട് ചെയ്തിട്ട് പിന്നെ പിടിപ്പിച്ച് ഫുള്ള് വലിയ പക്ഷിയാണ്. വലിയ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ ഒരു 3-4 ആളെ കൈ ഉയർത്തിയാലേ എത്തും. ഇപ്പോൾ ഒരു ചിറകിന് മാത്രമേ നമ്മളെ കൈ എത്തുന്നുള്ളൂ. ഇപ്പോൾ ഇതിന്റെ ബേക്കെ കാല് നോക്കട്ടെ, കാലേനെ കൊണ്ടാന്ന്. ഇതും ബോൾട്ട് തന്നെ കേട്ടാ. ഇത് സ്പ്രിങ് ആക്ഷൻ മറ്റേ ഇതില്ലേ, ഷോക്ക് ക്യാപ്ചർ. ഇത് നോക്കിയ ചെയിന് വട്ടത്തിൽ വെച്ചിട്ട് എന്താന്ന് എല്ലാം ഒരു പോയിന്റ് വരെ കണ്ണിങ് ആയിട്ട്. ഇത് സൈലൻസർ കേട്ടാ. സൈലൻസർ കട്ട് ചെയ്തിട്ട് എൻ്റെ വാലിന്റെ തൂവല്.